ഹമാസ് ഭീകരർ നടത്തിയ കൂട്ടക്കൊലയ്ക്കെതിരെ ഏതാണ്ട് ഒരു വർഷമായി ഇസ്രയേൽ യുദ്ധത്തിലാണ്. ഈ യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനൊരു പുതിയ മാനം കൊടുത്തിരിക്കുകയാണ്. ഇത് വംശഹത്യയാണോ എന്ന് പരിശോധിക്കണം. അന്താരാഷ്ട്ര നിർവചനങ്ങളുണ്ട് വംശഹത്യ സംബന്ധിച്ച്. അത് അങ്ങനെയുള്ള വംശഹത്യയാണോ ഇസ്രയേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പരിശോധിക്കണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. ഇത് മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി ഇസ്രയേൽ നടത്തുന്ന ഒരു പോരാട്ടമാണെന്ന് ആരും പറയാതിരിക്കെ ആഗോള ക്രൈസ്തവ കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായ മാർപ്പാപ്പ പരോക്ഷമായി പറയുന്നു ഇത് മുസ്ലിങ്ങളെ കൊല്ലാൻ യഹൂദർ നടത്തുന്ന കൂട്ടക്കൊലയാണോ എന്ന് പരിശോധിക്കണമെന്ന്. വല്ലാത്തൊരു വൈരുദ്ധ്യവും ഞെട്ടലുമുണ്ട് അത് വായിച്ചപ്പോൾ. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് ഏറ്റവും വിശാല ഹൃദയനായിട്ടല്ലേ പെരുമാറാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാ മഹാന്മാരുടെയും ഓരോ പ്രശ്നങ്ങൾ അറിയാമല്ലോ. മഹാത്മാഗാന്ധിയും മാർപ്പാപ്പയൊക്കെ പറയുന്നത് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അത്ര ബോധ്യമാകുന്ന കാര്യങ്ങളല്ല. ഇന്ത്യയുടെ കാര്യത്തിലും ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തും അതിനുശേഷമുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൻ്റെ കാര്യത്തിലൊക്കെ മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്കത്ര കേട്ട് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അത്ര ഗുണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പോൾ ഇഷ്ടംപോലെ പണം അങ്ങോട്ട് പാകിസ്ഥാൻ കൊടുത്ത് സഹായിക്കാൻ അത് പറയുമായിരുന്നു. അത് മാത്രമല്ല ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് അനുഭവിക്കണം. അതെ. അപ്പോൾ ഈ മഹാന്മാർക്ക് പൊതുവിലുള്ളൊരു മഹാന്മാർക്ക് ബോധമില്ലെന്നാണോ അറിയില്ല. മഹാന്മാർക്ക് ഇത് പറഞ്ഞാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. ഇവരൊക്കെ ദന്തഗോപുരങ്ങളിലൊക്കെ വലിയ സംരക്ഷണയിലൊക്കെ ഇരിക്കുകയാണ്. അതെ അതെ, അതാണ് ഒരു. പക്ഷേ എനിക്ക് തോന്നുന്നത് തോമസ് മാഷേ, ഇത് ഈ വംശഹത്യ എന്ന് പറയുമ്പോൾ അവിടെ ഏത് വംശമാണ്? മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾക്കെതിരെ ഒരു കൂട്ടക്കൊല എന്ന് ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. അയത്തുള്ള അലി ഖമനയി പറഞ്ഞിട്ടുണ്ട്. ഖമനയിക്ക് ശേഷം പാപ്പയാണ് ഇത് പറയുന്നത്. അപ്പം ഖമനയിയെ പോലെ തന്നെ ഖമനയുടെ വാക്കുകൾ എടുത്ത് സംസാരിക്കുന്നു പാപ്പ എന്ന് പറയുമ്പോൾ ഈ ലോകത്തെമ്പാടുമുള്ള യഹൂദർ, അവരെ സ്നേഹിക്കുന്ന ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവർ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഒക്കെ മുസ്ലിം കൂട്ടക്കൊലയ്ക്ക് അരു നിൽക്കുന്നു എന്ന് സമ്മതിക്കുന്നത് പോലെ ആവത്തില്ലേ? അവർക്കൊരു ക്യാമ്പയിനുള്ള ഒരു ടൂള് കിട്ടിയിരിക്കുകയാണ്, ഒരു ആയുധം കിട്ടിയിരിക്കുകയാണ്. അതുണ്ട്. അത് അവർക്കിനി പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ടൊരു കാര്യം. അതെ, മാർപ്പാപ്പ വരെ പറഞ്ഞു മുസ്ലിങ്ങളെ കൊല്ലാനുള്ള പരിപാടിയാണ്. പിന്നെ ഈ ആയത്തുള്ള പറയണതിൽ വലിയ കാര്യമൊന്നും കണക്കാക്കാനില്ല. അപ്പോൾ അവരുടെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് വംശഹത്യയാണ്. അവർ കയറി അങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ അല്ല, ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ അതേ വാക്കുകളാണ് ഇദ്ദേഹം പറയുന്നത്. അത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപക്ഷെ മാർപ്പാപ്പ ഉദ്ദേശിക്കുന്നത് ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം. കാരണം ഇതിങ്ങനെ ഈ ഒരു ലിമിറ്റും ഇല്ലാതെ ഇങ്ങനെ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ അതേസമയം മാർപ്പാപ്പ ഇത്രയും കാര്യം പറഞ്ഞ കൂട്ടത്തിൽ മാർപ്പാപ്പയ്ക്ക് വേണമെങ്കിൽ ഒരു കാര്യം പറയാമായിരുന്നു. അതായത് ഈ ബന്ദികളെ പിടിച്ചിട്ടുണ്ടല്ലോ, അതെ, അവരെ അങ്ങ് വിട്ടുകൊടുക്ക്. ഒക്ടോബർ 7, 2023 ഈ ഇസ്രായേലിൽ കയറി 1500 ആളുകളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ മാർപ്പാപ്പ വല്ലതും പറഞ്ഞായിരുന്നു? അന്നൊന്നും പറഞ്ഞായിട്ടോ കേട്ടില്ല. അത് വംശഹത്യ അല്ലായിരുന്നു അല്ലേ? അത് വംശഹത്യ അല്ല. അത് അപ്പം ഇവരുടെ ഈ മഹാന്മാരുടെ ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്കാണ്. മഹാത്മാഗാന്ധി പറയണതും മാർപ്പാപ്പ പറയണതും ഒക്കെ ഏകദേശം അല്ല, ഞാനത് ഇക്വേറ്റ് ചെയ്യുന്നതല്ല. മാർപ്പാപ്പ പറയുന്നതും ഖമനയി പറയുന്നതും ഒരുപോലെയാണെന്ന് പറയുന്നത്. അത് ശരി. അത് കൊണ്ട് അപ്പോൾ സമാധാനം വരാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. എങ്ങനെയെങ്കിലും സമാധാനം വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ വംശഹത്യയുടെ കാര്യമൊക്കെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ്രായേൽ ഈസ് പാസിങ് ത്രൂ അതുകൂടി ആലോചിക്കുന്നുണ്ട്. വംശഹത്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഇരയായത് ജൂതന്മാരാണ്. മാത്രമല്ല അവർക്ക് ചുറ്റിനും എത്രയോ രാഷ്ട്രങ്ങൾ ഈ ഇസ്രായേലിനെ തുടച്ചു മാറ്റാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു. ഇത്രയും പ്രാവശ്യം നടന്ന യുദ്ധങ്ങളിലൊക്കെ ഇസ്രായേൽ വിജയിച്ചു. ഒരു പ്രാവശ്യം ഇസ്രായേൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിൻ്റെ ആരും അവിടെ ബാക്കി ഉണ്ടാവില്ല. ആ സമയത്ത് മാർപ്പാപ്പയും വരില്ല, മഹാത്മാഗാന്ധിയും വരില്ല അവരെ രക്ഷിക്കാനായിട്ട്. ഖുറാനിൽ എഴുതിയിരിക്കുന്നത് അവസാനത്തെ ജൂതനെയും കൊല്ലണമെന്നാണ്. അത് കഴിഞ്ഞ് ക്രിസ്ത്യാനിയും കൊല്ലണമെന്നാണ്. വംശഹത്യ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ആരാ അപ്പോൾ? അതെ അതെ. അപ്പം അത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ മാർപ്പാപ്പയ്ക്ക് ആ രീതിയിൽ പറയാൻ പറ്റുള്ളൂ. ശത്രുവിനോട് ക്ഷമിക്കണം. അങ്ങനെ പറഞ്ഞോട്ടെ, എനിക്കല്ല, അങ്ങനെ പറഞ്ഞോട്ടെ. ശത്രുവിനോട് ക്ഷമിക്കണം, യേശുദേവൻ കാട്ടിത്തന്ന മാർഗത്തിലൂടെ നമ്മൾ പോകണമെന്നൊക്കെ പറയാം. അത് അങ്ങനെ ഒരു ഭംഗി വാക്ക് പോലെ പോട്ടെ. പക്ഷേ വംശഹത്യ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അതും വെറുതെ ഒരു പ്രസംഗത്തിലല്ല. അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ, ഇൻ്റർവ്യൂസ് ക്രോഡീകരിച്ചൊരു ബുക്ക് വരികയാണ്. ആ ബുക്കിൻ്റെ ചില ഭാഗങ്ങൾ നമ്മുടെ കഴിഞ്ഞ ദിവസം ജയരാജന്മാരുടെയൊക്കെ വന്നതുപോലെ
ഒരു ഇറ്റാലിയൻ പത്രത്തിൽ വന്നു, അതിനകത്താണ് വരുന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്നത് മാർപ്പാപ്പയ്ക്ക് ഒരു പ്രസ് സെക്രട്ടറി ഉണ്ടാവും, വലിയൊരു സംഘമുണ്ട്, അവരൊക്കെ ആലോചിച്ചിട്ടല്ലേ ഈ അഭിമുഖം തയ്യാറാക്കുന്നതും അത് പരിശോധിക്കുന്നതും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് വിലയിരുത്തിയിട്ടും ഒക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ മാർപ്പാപ്പ മാത്രമല്ല, മാർപ്പാപ്പയുടെ കൂടെയുള്ള സംഘവും ഇതിൻ്റെ കൂടെയാണ്. പിന്നെ ഇതൊരു വർഗീയ പ്രശ്നമായിട്ട് അത് ക്രിസ്ത്യൻ മുസ്ലിം ലൈനിലൊരു സ്പ്ലിറ്റ് വേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെ പറയണത്. അല്ല, ഇത് പറയുമ്പോൾ വർഗീയ പ്രശ്നം മാർപ്പാപ്പ കൊണ്ടുവരികയാണ്. അതെ അതെ, അതുകൊണ്ട് അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം പൊതുവിൽ പലരും പറയാറ്, നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്, ഈ യഹൂദരുടെ അല്ലെങ്കിൽ ലോകത്തെമ്പാടുള്ള ക്രൈസ്തവരുടെ ആകുലതകൾ ഇപ്പോഴത്തെ പാപ്പ അഡ്രസ്സ് ചെയ്യുന്നില്ലേ, അദ്ദേഹം അതേക്കുറിച്ച് മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഈ വംശഹത്യ എന്ന് പറയുമ്പോൾ ഹോളോകോസ്റ്റ് ഏറ്റവും കൂടുതൽ ഇരയായത് ജൂതന്മാരാണ്. അതിനുശേഷം അർമേനിയ ഉൾപ്പെടെ നമ്മൾ കണ്ടു, അർമേനിയയിൽ 15 ലക്ഷത്തോളം ക്രൈസ്തവരാണ് മുസ്ലിം ഭീകരന്മാരാണ്, ഭീകര ഭരണാധികാരികൾ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ വംശഹത്യ എന്ന് പറയുന്നതിന് ലോകത്തെമ്പാടും ഇരകളായിട്ടുള്ളത് യഹൂദന്മാരും ക്രൈസ്തവരുമാണ്. അവരുടെ പ്രതിപുരുഷനാണ് ഇപ്പോൾ പറയുന്നത് ഇസ്രയേൽ ഗാസയിൽ നടത്തിയത് വംശഹത്യയാണോ എന്ന് പരിശോധിക്കുമ്പോൾ വല്ലാത്തൊരു വൈരുദ്ധ്യമാണ്. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ അർമേനിയയിൽ 15 ലക്ഷം പേര് കൊല്ലപ്പെടുന്നു. ഈ കൊല്ലപ്പെടുമ്പോൾ മാർപ്പാപ്പ എന്ത് ചെയ്തിട്ടുണ്ട്? മാർപ്പാപ്പയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നഗോർണോ കറാബാഖ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലെ തന്നെ പണ്ട് കാലത്തെ പോലെ തന്നെ ടർക്കി പെരുമാറുന്നുണ്ട്. അസർബൈജാനെ സഹായിച്ചു, അവിടുന്ന് ലക്ഷക്കണക്കിന് ക്രിസ്ത്യൻസിനെ ഓടിച്ചു വിട്ടു. മാർപ്പാപ്പയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, മാർപ്പാപ്പ അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇറക്കുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കണമില്ല. ആ സ്റ്റേറ്റ്മെൻറ്റിന് വലിയ വില ഉണ്ടാവില്ല. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റിന് നല്ല എല്ലാവരുടെയും ജനശ്രദ്ധ പിടിച്ചു പറ്റാം, പിന്നെ ഒരു മഹാമനസ്കത കാണിക്കാം. മഹാനായ മനുഷ്യൻ ക്രൈസ്തവരുടെ അല്ല, ഇസ്ലാമിൻ്റെ പാപ്പയാണോ അദ്ദേഹം? അങ്ങനെ സംശയം തോന്നാം. അല്ലാതെ തന്നെയല്ല, മാർപ്പാപ്പയ്ക്ക് ഈ ക്രിസ്ത്യൻസ് സഫർ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി അധികം ഒന്നും സംസാരിച്ച് ഞാൻ കാണാറില്ല, കേട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ അധികം ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട്, അതായത് ക്രിസ്ത്യാനിറ്റി ഇൻ സഫറിങ് ആ കണ്ടീഷനിലുള്ളവരെ പറ്റി അധികം പറഞ്ഞേ കേട്ടിട്ടില്ല. ഇവിടെ മാത്രമല്ലല്ലോ, ഇപ്പോൾ ഇറാഖിലും സിറിയയിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. അവിടെ ക്രിസ്ത്യൻസ് എത്രയോ കൊല്ലപ്പെടുന്നത്, എങ്ങനെയൊക്കെ കൊല്ലപ്പെടുന്നു, അതിനൊന്നും ഒരു കണക്കില്ല. പള്ളികളൊക്കെ ബോംബ് വെച്ച് തകർക്കുന്നുണ്ട്. പിന്നെ ഈവൻ ആഫ്രിക്കയിലും നൈജീരിയയിലും സൊമാലിയയിലും ഈ ബൊക്കോ ഹറാം എന്ന് പറഞ്ഞ ആ ഏരിയയിലൊക്കെ ഓരോ പാർട്ടീസ് ഉണ്ട്. 10,000-ഓളം കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് കിട്ടിയിട്ടില്ല. സ്കൂള് പോയിട്ടങ്ങ് വളയെ അവിടുത്തെ പെൺകൊച്ചുങ്ങളെയാണ് പ്രധാനമായിട്ട് കൊണ്ടുപോകുക. ബൊക്കോ ഹറാം ചെയ്യുന്ന പണി അതാണ്. ബൊക്കോ ഹറാം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഈസ് ഇല്ലീഗൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ബൊക്കോ ഹറാം എന്നുള്ള അപ്പോൾ അത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വേണ്ട എന്നുള്ള ആ സ്പിരിറ്റിൽ നിന്ന് വന്നാണ്. പക്ഷേ പ്രധാനമായിട്ട് ചെയ്യുന്ന സ്കൂളുകളൊക്കെ വളഞ്ഞുകൊണ്ടുന്ന പെൺകുട്ടികളെയും പിടിച്ചുകൊണ്ട് പോകുക, എന്നിട്ട് അവർ ബലമായിട്ട് മതം മാറ്റുക അല്ലെങ്കിൽ ആക്രമിക്കുക, പിന്നെ സെക്സ് സ്ലേവ്സായിട്ട് ഈ IS-നൊക്കെ വിട്ടുകൊടുക്കുക, ഇങ്ങനത്തെയൊക്കെ പണികളാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് മാർപ്പാപ്പയ്ക്ക് എന്തെങ്കിലും പറയാം, പക്ഷേ പറഞ്ഞു കേൾക്കാറില്ല, പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ അവിടെ സോമാലിയയിൽ ഷബാബ് എന്ന് പറഞ്ഞാൽ യൂത്ത് എന്നാണ് അർത്ഥം, ദി യൂത്ത്. ഷബാബ് അവർ കൊല്ലുന്നതിനും യാതൊരു കണക്കുമില്ല. പിന്നെ ഇറാഖ് സിറിയയിലൊക്കെ ആണെങ്കിൽ ഏറ്റവും വലിയ ഉസ്താദുമാരായ IS-കാരായിരുന്നല്ലോ. അപ്പോഴും മാർപ്പാപ്പ അധികമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അത് കേൾക്കാത്താണോ ഞാൻ ഓർക്കാത്താണോ എന്ന് കേട്ടിട്ടില്ല. നമ്മളൊക്കെ പത്രങ്ങളും വിദേശ മാധ്യമങ്ങളും ഒക്കെ നോക്കുന്നവരല്ലേ. പാപ്പ സമീപകാലത്ത് പെട്ടെന്ന് ഉണ്ടിരുന്ന നായർക്ക് ഉൾവിളി എന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് ചാടി എണീറ്റ്, ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ പോലെ സ്റ്റേറ്റ്മെൻറ്റ്സ് തുടർച്ചയായി ഇറക്കുന്നത് ഗാസ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ്. യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇസ്രായേലിനോട് എന്താ ചെയ്തതെന്നൊന്നും ചോദിക്കാമായിരുന്നു, അത് ചെയ്തിട്ടില്ല. അതാണ് പ്രശ്നം. പിന്നെ ഇസ്രായേലിന് സറൗണ്ടഡ് ബൈ എനിമീസ് എന്നുള്ള കണ്ടീഷനിൽ അവരുടെ സർവൈവലിൻ്റെ പ്രോബ്ലം, അതിന് വേണ്ടിയിട്ട് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. അതിപ്പോൾ ഇവരൊക്കെ പറഞ്ഞു, ഇപ്പോൾ മാർപ്പാപ്പ ഇത് പറഞ്ഞു, ദാറ്റ് മീൻസ് നത്തിങ് ടു ദം. ഇസ്രായേൽ ഇതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിം എന്നുള്ള രീതിയിൽ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൽ പോയി കുറേ പേര് ഇസ്രായേലിനെ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അവർ ഈ പറയുന്നതിൽ യാതൊരു ഇമ്പോർട്ടൻസും അവർ കൊടുക്കുന്നുമില്ല. ഈ പറയുന്നവർക്കും യാതൊരു സിൻസിയറിറ്റി ഉണ്ടാവണമെന്നില്ല. അവർ ദേ ജസ്റ്റ് ഡോണ്ട് കെയർ. അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുമല്ലോ. കാരണം ഈ ആഗോള ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷനാണ് മാർപ്പാപ്പ ഇങ്ങനെ പറയുമ്പോൾ ഇസ്രയേലിനെ മനസ്സ വാച കർമ്മണ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ലോക ക്രൈസ്തവ സമൂഹമുണ്ട്. അവർ വല്ലാത്തൊരു പ്രതിസന്ധിയിലാവും, ആശയപരമായും വിശ്വാസപരമായും. അത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാക്കി പാപ്പ ആരെയാണ് സഹായിക്കുന്നത്? അതെ. അപ്പോൾ മാത്രമല്ല, മാർപ്പാപ്പ ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇസ്രായേൽ ഈ കടന്നു പോകുന്ന കണ്ടീഷനിലൂടെ എത്രയോ രാജ്യങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധിസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ടോ? ബാക്കി ബുദ്ധിസ്റ്റിൻ്റെ ആകെ ബാക്കി ഉണ്ടായിരുന്നത്
ആ ബാമിയാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അതെ, കുറേ അതൊക്കെ ബുദ്ധ പീരങ്കി പ്രതിമ- വെച്ച് തകർത്ത് അത് പീരങ്കി ആർട്ടിലറി നന്നായിട്ട് അങ്ങ് ഉപയോഗിച്ചു അവിടെ. അതാണ് അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ. അതേപോലെ ഇറാനിലെ പാർസികളുടെ അവസ്ഥ നമുക്കറിയാം. അതൊക്കെ അവിടെ ആരുമില്ലാത്ത അവസ്ഥയായി. ഇതേ അവസ്ഥ ഈ അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധിസ്റ്റുകളുടെയും ഇറാനിലെ പാർസികളുടെയും ഒക്കെ അവസ്ഥ ഇസ്രായേലിലെ ജൂതന്മാർക്കും വരും, അവർ പിടിച്ചു നിൽക്കാൻ പഠിച്ചില്ലെങ്കിൽ. അപ്പോൾ ഇസ്രായേൽ പലതും അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അറ്റാക്കിനെ എങ്ങനെ ചെറുത്ത് നിൽക്കാം, എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അവർക്കറിയാം. അങ്ങനെ ആ അറിവുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ മാർപ്പാപ്പ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശ്രദ്ധിക്കും, വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ശ്രദ്ധിക്കും. മാർപ്പാപ്പ പറഞ്ഞാൽ ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല, അദ്ദേഹം പറഞ്ഞോണ്ടേ ഇരുന്നോട്ടെ എന്നുള്ളതായിരിക്കും ഇസ്രായേൽ ചിന്തിക്കുന്നത്. ഇസ്രായേൽ ഇതിൽ അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഫീൽ ചെയ്യുന്നില്ല. അവരിങ്ങനെയുള്ള ടോക്ക് പലരുടെയും കേട്ടിട്ടുണ്ട്. പിന്നെ ഈ പാർസികളുടെയും അതേപോലെ ബുദ്ധിസ്റ്റുകളുടെയും അല്ലെങ്കിൽ ഇറാഖ് സിറിയയിലെ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ അനുഭവത്തിൽ നിന്നും ഇസ്രായേൽ നന്നായിട്ട് പഠിച്ചിട്ട് ആ പഠിപ്പിനെ ആധാരമാക്കിയിട്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അവരുടെ ഇച്ഛാശക്തിയും അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം. അതെ അതെ, അല്ലാതെ നേടാൻ വേണ്ടിയല്ല. വേറെ രാജ്യമൊന്നും ഇല്ലല്ലോ, ഇവിടുന്ന് പോയൊന്നുമില്ല. പോകാനില്ല. അപ്പോൾ ഞാനിത് ആലോചിക്കുന്നത്, നമ്മൾ ഇതിനു മുമ്പും പാപ്പ ഇങ്ങനെ പറയുന്നതിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ നമ്മൾ രണ്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ, ക്രൈസ്തവ സഹോദരന്മാർ വന്നിട്ട് പാപ്പയെ അതിനിശ്ചിതമായി വിമർശിക്കുന്നു. ഈ പാപ്പ എടുക്കുന്ന നിലപാടുകൾ ഇങ്ങനെയാണ്. ചിലർ പറഞ്ഞു ഇത് എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ഈ പാപ്പയാണെന്ന് പറഞ്ഞു, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അല്ല, ഇതിനു മുമ്പ് പണ്ട് ജോൺ പോൾ II ഉണ്ടായിരുന്നു. ജോൺ പോൾ II ആ പിതാവ് നന്നായിട്ട് പറയുമായിരുന്നു കാര്യങ്ങൾ. ഇങ്ങനത്തെ ഇപ്പോൾ ശത്രുവിനെ അങ്ങോട്ട് പെട്ടെന്ന് സ്നേഹിക്കുന്ന രീതിയിലല്ല, അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് കാര്യം പറയുമായിരുന്നു. ഉദാഹരണത്തിന് ഇറാനിൽ അമേരിക്കൻ എംബസി സ്റ്റാഫിനെ ഹോസ്റ്റേജസ് ആയിട്ട് 444 ദിവസം വെച്ച് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ മാർപ്പാപ്പ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇറാനിലെ അന്നത്തെ ആയത്തുള്ള അലി ഖമൈനിക്ക് ഏറ്റവും ദേഷ്യം ഉണ്ടായിരുന്നത് ഈ മാർപ്പാപ്പയോടായിരുന്നു. മാർപ്പാപ്പ കാര്യങ്ങൾ തുറന്നു പറയുമായിരുന്നു. അതായത് ഒരു എംബസിയിലുള്ള സ്റ്റാഫിനെ ഇങ്ങനെ വെക്കുന്നത് ശരിയല്ല, അതിനൊരു പരിഹാരം വേണം. അത് പരിഹാരം വേണമെന്ന് പറയുമ്പോഴേക്കും ഖമൈനി പറയും ഇദ്ദേഹം സാമ്രാജ്യത്വ ശക്തികളുടെ ഏജൻ്റാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ബഹളം കൂട്ടുമായിരുന്നു. പിന്നെ അതേപോലെ ഈ ജോൺ പോൾ II പിതാവ് ഉള്ള കാലത്ത് റഷ്യയുമായിട്ടും മല്ലടിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അതായത് റഷ്യ ശരിക്കും പോളണ്ടിലേക്ക് ഇടിച്ചു കയറേണ്ട ഒരു സമയമാണത്. അഫ്ഗാനിസ്ഥാനിൽ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ ആ സമയത്ത് ഒരുപക്ഷെ റഷ്യൻ സൈന്യം പോളണ്ടിലേക്ക് പിടിച്ചേനെ. കാരണം റഷ്യയുടെ ട്രഡീഷൻ അതാണ്. 1956 ഹംഗറിയിൽ കയറി, 1968 ചെക്കോസ്ലോവാക്യയിൽ കയറി. അപ്പോൾ ഈ 12 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ അവർ എവിടെയെങ്കിലും കയറും. അടുത്ത 12 വർഷം തികയണ സമയമാണ് 1980. ഓരോ 12 വർഷം കുംഭമേള അതെ അതെ റഷ്യൻ പട്ടാളം വരുന്നത്. അപ്പോൾ റഷ്യൻ പട്ടാളം അന്ന് സോൾഡാരിറ്റിയും ഡാൻസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷിപ്പ് യാർഡിൽ നിന്ന് ആരംഭിച്ച സോൾഡാരിറ്റി വളർന്ന് ലേക്ക് വലസ് അങ്ങേരുടെ സോൾഡാരിറ്റി മൂവ്മെൻ്റ് ഒക്കെ വന്നതോടുകൂടി റഷ്യക്ക് അത് അന്ന് ബ്രഷ്നേവാണല്ലോ, സഹിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അന്ന് ജോൺ പോൾ II മാർപ്പാപ്പ പറഞ്ഞായിരുന്നു റഷ്യ പോളണ്ടിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകാനായിട്ട് ഞാൻ പോളണ്ടിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോളണ്ട് എന്ന് പറഞ്ഞാൽ തനി കാത്തലിക് കൺട്രിയാണ്. പിന്നെ ഹോളി മേരി പരിശുദ്ധമറിയത്തോടൊക്കെ വളരെ ബഹുമാനമുള്ള ജനതയാണ് അവിടുത്തെ. ദൈവവിശ്വാസം ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മാർപ്പാപ്പ അവിടെ വരും എന്നുകൂടി പറഞ്ഞപ്പോൾ റഷ്യക്ക് ചെറിയൊരു ഉൾക്കിടിലുണ്ടായി. കാരണം അഫ്ഗാനിസ്ഥാനിൽ കയറിയിട്ടൊക്കെ പ്രശ്നത്തിൽ കിടക്കുന്ന സമയം, അല്ലെങ്കിൽ അവർ പോളണ്ടിലന്ന് കയറിയിരുന്നു. അതെ അതെ. ഏതായാലും പാപ്പയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ പണ്ട് യേശുദേവൻ പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നത്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ, പാപ്പയോടും പൊറുക്കട്ടെ. അല്ല, മഹാത്മാഗാന്ധിയോടും മാർപ്പാപ്പയോടും ഒക്കെ നമ്മൾ ഒരേ സമീപനം തന്നെ സ്വീകരിക്കാം. മഹാന്മാർക്ക് ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ടെന്ന് സഹിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.